വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് 2 ആഴ്ച തികയാൻ വേണ്ടി പോവുകയാണ്. ഉറ്റവരെ കിട്ടാൻ വേണ്ടി നിരവധി ആളുകളാണ് ഈ ദുരന്തഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഹൈസ്കൂൾ റോഡ് വഴി നടന്നു വരുന്ന സമയത്ത് ഏലമല തോടും മുണ്ടക്കൈ തോടും ചേരുന്ന ഭാഗത്ത് വലിയ അപകടം സംഭവിച്ച മേഖലയാണ്. ഇവിടെ വലിയ ബൂം എക്സ്കവേറ്ററൊക്കെ തന്നെ കൊണ്ടുവന്ന് പരിശോധന നടത്തുകയാണ്. അവിടെ ഈ ദുരന്തഭൂമിയിൽ വെച്ചാണ് ഞങ്ങൾ ലിജോയെ പരിചയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ലിജോനെ ഇവിടെ കാണുന്നുണ്ട്. അപ്പം ഇവരിപ്പോൾ ഏത് രീതിയിലാണ് തെരച്ചിൽ ഇവിടെ നടത്തുന്നത്? നമ്മുടെ അവിടുന്ന് നമ്മുടെ മുണ്ടക്കൈ പുഴ എന്ന് പറയുന്നത് കുറേ താഴെയാണ്. നമ്മുടെ വീട് ഒരുപാട് ഹൈറ്റിലാണ്. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ പോലും അങ്ങോട്ട് കാണില്ല. അപ്പോൾ ഇവർ ഒരു പരിധി വരെ ഇവർ സുരക്ഷിതരാണെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നീട് അത് ഇങ്ങനൊരു പെട്ടെന്നൊരു മഴ വന്ന് എല്ലാം ഒന്നടങ്കം നശിപ്പിക്കുകയായിരുന്നു. നമുക്ക് യാതൊരു മുന്നറിയിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. പപ്പയും മമ്മിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പപ്പയും മമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച വരെ ഇവിടെ ഉണ്ടായിരുന്നു. ശനിയാഴ്ച കൊച്ചിൻ്റെ 3ാം പിറന്നാളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആഘോഷമായിട്ട് ഞങ്ങൾ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ചെറിയ രീതിയിൽ ആഘോഷങ്ങളൊക്കെ ആയി കേൾക്കുന്നതൊക്കെ ആയി ഞങ്ങൾ ഞായറാഴ്ച വൈകുന്നേരമാണ് ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ആരിസൺ മലയാളത്തിലാണ്, ചുണ്ടേൽ എസ്റ്റേറ്റിൽ. അവിടെ ഓഫീസ് സ്റ്റാഫാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ രീതിയിൽ ശനിയാഴ്ച വരും. ശനിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞായറാഴ്ച ഇവിടെ തങ്ങി പിന്നെ വൈകുന്നേരം പോകും. അങ്ങനെയാണ് സാധാരണ എല്ലാ വീക്കും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയായിരുന്നു. വെച്ചാൽ ശനിയാഴ്ച കൊച്ചിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു എല്ലാവരുമായിട്ട് സംസാരിച്ച് അടുത്ത ആഴ്ച കാണാമെന്നൊക്കെ പറഞ്ഞുള്ള പ്രതീക്ഷയൊക്കെ ആയിട്ട് അങ്ങ് പോയതാണ്. നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊരു മഴ പെയ്ത് അങ്ങ് നശിപ്പിക്കുകയായിരുന്നു. വെച്ചാൽ നമുക്ക് ഒരു തലേദിവസമൊക്കെ വെയിലൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ആ വെളുപ്പിന് പെയ്ത മഴയാണ് ഇവിടെ മൊത്തം. ഇത് നമ്മൾ വീടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അല്ലേ? ഇത് ബെഡ്റൂം ഏതായിരുന്നു? ഇതാണോ ഈ കാണുന്ന ബെഡ്റൂം? ഇവിടെ പപ്പയും മമ്മയും ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. തൊട്ടടുത്ത് വേറെ ആളുകളെ കാണാതായിട്ടുണ്ടോ? തൊട്ടടുത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ എസ്റ്റേറ്റ് ഇവിടെ തന്നെ എസ്റ്റേറ്റ് വർക്കേഴ്സ് ആയിരുന്നു. രാജൻ, വിനിത എന്ന് പറഞ്ഞത്. അവരും 2 പേരെയും മിസ്സിംഗ് ആണ്. ഇവിടുന്ന് മാത്രം 4 പേരെ കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ നോക്കി ഇവിടെ ഈ ഭാഗത്ത് മാത്രമേ തെരച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു 5-6 ദിവസം എനിക്ക് ഇറങ്ങാൻ പറ്റിയൊരു മാനസികാവസ്ഥയില്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എവിടെയാണ് പപ്പയമ്മ എവിടെയെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എങ്ങനെയൊരു ശക്തി നമുക്കറിയണം, മകൻ്റെ ഒരു കടമ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നോക്കിയപ്പോൾ താഴ്ഭാഗത്തേക്ക് നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ അതായുള്ള എല്ലാ അവശിഷ്ടവും കിടക്കുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങ് വന്ന് തള്ളി ഇങ്ങോട്ടേക്കാണ് പ്രഷർ ചെയ്ത് അങ്ങോട്ട് ഏലമലത്തോട്ടിലേക്ക് മുകളിലേക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആ ഭാഗത്തേക്കാണ് വീടിന് ഏകദേശം 100 മീറ്റർ അങ്ങോട്ടാണ് ഇത് ഏകദേശം അടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഞാനൊരു ഫയർ റെസ്ക്യൂവിൻ്റെ ടീമിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇവിടെ തിരഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്കിവിടെ നിർബന്ധമായിട്ട് തിരയണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഐ ജി വന്നായിരുന്നു. അപ്പോൾ ഐ ജിയായിട്ട് സംസാരിച്ച പുള്ളി പറഞ്ഞു വലിയ ഡൂം വെച്ചിട്ട് നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അജീഷ് സാറെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ റവന്യൂടെ. എത്ര അടി മണ്ണ് ഇവിടെ വന്നിട്ടുണ്ടോ? കാരണം എങ്ങനെയായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നു? വീടിൻ്റെ അവിടുന്ന് ഒരു 10-20 അടി അങ്ങോട്ട് മിറ്റമുണ്ട്. തറയുന്ന മിറ്റമുണ്ട്. മിറ്റം കഴിഞ്ഞ് പിന്നെ 20 അടി സ്ലോപ്പായിട്ട് നമ്മുടെ പറമ്പാണ്. പറമ്പും കഴിഞ്ഞിട്ട് ഒരു 10-15 അടി താഴെയാണ് പുഴ. 10-30 അടി താഴ്ചയിലെ പുഴ ഉണ്ടായിരുന്നു. ഒരുപാട് മണ്ണ് വന്ന് ഇങ്ങോട്ട് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം അവർക്ക് പോസിബിളായ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഉറപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പറയുന്ന സ്ഥലം അവർ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെയാണെന്ന് ഏത് സ്പോട്ട് കാണിച്ചു കൊടുക്കുന്നോ അവർ ചെയ്തു തരുന്ന നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ തൊട്ടടുത്ത വീട്ടിലെ ആളുകളൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അവർ ആരെങ്കിലും പപ്പനമ്മനെ വിളിക്കാനൊക്കെ നോക്കിയിരുന്ന സമയത്ത് എന്തെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് 2019 ഇങ്ങനെ ഒരു ഇത്രയ്ക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് നമുക്ക് സംഭവിച്ചത്. കാരണം നമ്മൾ താഴെ അത്രയും വീടുകൾ ഒരു 150-120 മേലെ വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും പേരെ ഒന്നിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന നമ്മൾ ചിന്തിക്കുന്നു. പപ്പയുടെ പേരെങ്ങനെയാണ്? പപ്പയുടെ പേര് ജോയി എന്ന് വിളിക്കും. TJ ജോസഫ് ലീലാമ്മ. ഇപ്പോഴും എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. മരിച്ചാണ് ഞാനിപ്പോഴും വരുന്നത്. പക്ഷേ നമുക്ക് റിയാലിറ്റി ഇപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് ഇത് നമ്മുടെ പപ്പയുടെ അമ്മയുടെ ശരീരഭാഗങ്ങൾ പൊന്തി വരികയാണെങ്കിൽ എത്രത്തോളം എനിക്ക് താങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു ധൈര്യത്തിലാണ് എന്താ പറയുക ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ കിട്ടിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയാണോ, നമുക്ക് അത് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷേ എന്നാലും പപ്പയമ്മ എവിടെയെന്ന് എനിക്കറിയണം. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അവർ എവിടെയെന്ന് കണ്ടെത്തുന്നവരെ എൻ്റെ കൂടെ ഉണ്ടാവുന്നത് ഉറപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അവർ അങ്ങനെയായിരുന്നു. നമ്മളെ എന്താ പറയുക, അറ്റാച്ച്മെൻറ്റ് അങ്ങനെയാണ്.
ലിജോ പറഞ്ഞതുപോലെ തന്നെ ആ കാണുന്നതാണ് മുണ്ടക്കൈ പുഴ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഉരുൾപൊട്ടി വരുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഭാഗത്തേക്ക് വെള്ളം കയറുന്നത്. കാരണം ലിജോ പറഞ്ഞ പോലെ 30 അടി അതിനും മുകളിലാണ് ഇവിടെ വീടുകളുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒഴുകി വന്ന ഉരുള് പൊട്ടി ഇക്കര കുന്നിലേക്ക് അടിച്ചു കയറിയാണ് ഇവരുടെ വീടൊക്കെ തന്നെ തൂത്തെറിഞ്ഞ് പോയിരിക്കുന്നത്. ആ സമയത്ത് ഏലമല തോട് മുണ്ടക്കൈ തോടുകൊണ്ട് ചേരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ലിജോയുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ തന്നെ ഏലമല തോടിൻ്റെ മുകളിലോട്ട് ഒഴുകിപ്പോയി. അത് അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ മേഖലയിൽ തെരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് വലിയ ബൂം എക്സ്കവേറ്ററൊക്കെ തന്നെ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തുന്നത്. ലിജോയുടെ മാതാപിതാക്കളും ഒപ്പം തന്നെ അയൽവാസികളായ 2 പേരെയും ഇവിടെ നിന്ന് കണ്ടെത്താനുണ്ട്. ഏതായാലും റവന്യൂ വകുപ്പും ഒപ്പം തന്നെ ഫയർഫോഴ്സൊക്കെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഴത്തിൽ ബൂം എക്സ്കവേറ്റർ ഇറക്കി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 20-25 അടിയിലധികം ഈ മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവൻ ഇവിടെ നിന്ന് കോരി പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് ഉദ്യോഗസ്ഥർ. അങ്ങനെയാണ് വലിയ യന്ത്ര കൈകൾ കൊണ്ടുവന്ന ഈ വേസ്റ്റ് മുഴുവൻ, അതായത് കല്ലും മണ്ണും മരങ്ങളൊക്കെ തന്നെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ലിജോ ഇവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പപ്പയും അമ്മയും എവിടെയാണ് എന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടണമല്ലോ. അങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞ 5-6 ദിവസമായി ഇവിടെ വന്നു നിൽക്കുന്നത്. അങ്ങനെ ലിജയെ പോലുള്ള നിരവധി ആളുകളാണ് ഉറ്റവരെ തേടി ഈ ദുരന്തഭൂമിയിൽ നിൽക്കുന്നത്. വയനാട്ടിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ.